നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. ഇന്നിപ്പോൾ കിട്ടിയേക്കുന്നത് കുറച്ച് ചെമ്മീനും ചുവന്ന മീനുമാണ്. ഉള്ളതിൽ വലുത് നോക്കി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ചെറുത് 3 കറിക്കായിട്ടും എടുത്തു. 450 രൂപയ്ക്ക് കുറച്ചധികം മീൻ കിട്ടിയതുകൊണ്ട് തന്നെ ചുവന്ന മീൻ്റെയും ചെമ്മീൻ്റെയും കുറച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ എടുക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ കടുക് ഉലുവയും പൊട്ടിച്ച് അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ കീറിയിടാം. പൊട്ടിത്തെറി ഉണ്ടാവും, അതിങ്ങനെ അടച്ചു വെച്ച് തടയാം. ഇത്തിരി കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടം മീൻകറിക്കാണ്. ചെമ്മീൻ തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ അല്പം ഉപ്പും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇടാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പുറത്ത് പൊട്ടിത്തെറി കൂടുതലായതുകൊണ്ട് അരപ്പെടുത്ത് വെച്ചിരുന്നതൊക്കെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. മീൻകറിയുടെ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അരപ്പൊക്കെ മൂക്കുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ വേകാൻ വെച്ച ചെമ്മീനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർക്കാം. ഇനി അതിലേക്ക് തേങ്ങ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ തിരികെ എടുക്കാം. സാധനം പുത്തനായതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല മൂർച്ചയുണ്ട്. തേങ്ങ അങ്ങോട്ട് വെക്കേ വേണ്ടു, നല്ലപോലെ തിരികെ കിട്ടും. നാക്ക് തീരെ കുഞ്ഞിതായിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നല്ല ചെറിയ പീരയാണ് കിട്ടുന്നത്. ഇത്തിരി പെരിഞ്ചീരകം, സാദാ ജീരകം, 2 ചുവന്നുള്ളി, മഞ്ഞപ്പൊടി, അല്പം വെള്ളവും ചേർത്ത് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. മീൻകറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു. അതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്ത് ചെമ്മീൻ വെന്ത് വന്നതിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കി മാത്രം എടുക്കാം. ഇനി ഇതിൻ്റെ മീതേക്ക് നല്ലപോലെ താളിച്ചൊഴിക്കണം. കിട്ടിയതിൻ്റെ അകത്തുനിന്ന് നല്ല വലുത് നോക്കിയാണ് ഞാൻ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വലിയ പാൻ എടുത്താണ് ഫ്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പാനിൽ 2 തവണയായിട്ടിട്ട് വറുത്തെടുക്കേണ്ടി വരും. വെളിച്ചെണ്ണയിൽ അല്പം കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും ലേശം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കൊഞ്ച് തേങ്ങ അരച്ച കറി താളിച്ചെടുക്കാം. ഗ്രിൽ പാനിൽ വറുത്തതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓരോ വരയും കൂടെ മീനിൽ ആഡ് ആയിട്ടുണ്ട്. 2 പേരും സ്കൂളിൽ നിന്നെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നിലു മാറ്റിയിട്ടില്ല, അതിപ്പോൾ മാറ്റത്തില്ല. ഇനി ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ബലം പ്രയോഗിച്ചേ അത് ഡ്രസ്സ് മാറ്റത്തുള്ളൂ. മീൻ വറുത്തത് നല്ല വിശാലമായിട്ട് പിച്ചി കൊടുക്കാനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു പ്ലേറ്റിലേക്ക് വെച്ചു. 2 പേർക്കും ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ചോറ് തിന്നാൻ തുടങ്ങും മുമ്പാണ് ലൂയിസ് വിളിക്കുന്നത്. കല്യാണ വീട്ടിൽ ചെറിയൊരു ചില്ലൗട്ടുണ്ട്, വാ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം. അതായത് സംഘാടകരുടെ ക്ഷീണം തീർക്കൽ പരിപാടി. ചറപറ വെള്ളി വീണതിന്റെ കൂടെ തന്നെ ഇന്നലത്തെ ബാക്കി ബീഫും വരുന്നുണ്ടായിരുന്നു. അമ്മ വീട്ടിലുണ്ട്. 3 പേരും ചോറും കഴിച്ച് ഇനി കിടന്ന് ഉറങ്ങിക്കോളും. നമ്മുടെ തിരുനാൾ കമ്മിറ്റി സെക്രട്ടറി തെങ്ങുമ്മേന്ന് ഇറങ്ങിയിട്ട് പെരുന്നാളിന്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങാം. അപ്പൊ നാളെ കാണാം.